ദൈവത്തിനു മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 9. നമ്മുടെ സുരക്ഷിത ഇടം. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. സങ്കീർത്തനം 121:5. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ഡെബി സ്റ്റീഫൻസ് ബ്രൗഡർ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ചു കഴിയുന്നത്ര ആളുകൾക്ക് ബോധവൽക്കരണം നടത്താനുള്ള ഒരു ദൗത്യത്തിലാണ്. കാരണം ചൂടുകാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മരണകാരണങ്ങളിൽ 1-ാം സ്ഥാനത്താണ് അമേരിക്കയിലെ കടുത്ത ചൂട്. മറുപടിയായി അവൾ പറയുന്നു, ഞാൻ മരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. മരങ്ങൾ നൽകുന്ന താപ സംരക്ഷണത്തിൻ്റെ മേലാപ്പ് സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ്. ഇത് ജീവൻ മരണ പ്രശ്നമാണ്. ഇത് സമൂഹത്തെ കേവലം സുന്ദരമാക്കാനുള്ള ശ്രമമല്ല. തണൽ കേവലം ഉന്മേഷദായകം മാത്രമല്ല, മറിച്ച് ജീവൻ രക്ഷാ ഉപാധി കൂടിയാണ് എന്ന വസ്തുത സങ്കീർത്തനം 121 എഴുതിയ സങ്കീർത്തനക്കാരന് നന്നായി അറിയാമായിരുന്നു. മധ്യപൂർവ്വദേശത്ത് സൂര്യാഘാതത്തിന് ഉള്ള സാധ്യത സ്ഥിരമായി നിൽക്കുന്നു. ഈ യാഥാർത്ഥ്യം ദൈവം നമ്മുടെ ഉറപ്പായ സുരക്ഷിത സ്ഥാനമാണെന്നുള്ള വ്യക്തമായ വിവരണത്തിന് ആഴം വർദ്ധിപ്പിക്കുന്നു. കാരണം അവന്റെ സംരക്ഷണയിൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ജീവിതത്തിലെ വേദനയിൽ നിന്നോ നഷ്ടത്തിൽ നിന്നോ സ്വാഭാവിക പ്രതിരോധമുണ്ടെന്നോ അല്ലെങ്കിൽ ചൂട് അപകടകരമാകുകയില്ല എന്നോ ഇത് അർത്ഥമാക്കുന്നില്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്ന് ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തണലായി ദൈവത്തെ ചിത്രീകരിക്കുന്ന ഈ സാദൃശ്യം നമ്മുടെ വഴി എന്തു തന്നെയായാലും നമ്മുടെ ജീവിതത്തെ ദൈവം ജാഗ്രതയോടെ പരിപാലിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ യാതൊന്നിനും കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് അവിടെ വിശ്രമം കണ്ടെത്താനാകും. ചിന്തിക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ജീവൻ രക്ഷാ തണൽ നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണെന്ന് ഓർക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം നൽകുന്നത്? ദൈവത്തിനു മഹത്വം.